السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മരണം നടന്ന വീട്ടുകാരെ, അതുമായി ബന്ധപ്പെട്ട ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ സമാശ്വസിപ്പിക്കൽ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ള ഒരു കർമ്മമാണ്. തഅ്സിയത്ത് എന്നാണ് ഇതിന് പ്രയോഗിക്കപ്പെടുന്ന പദം. എന്താണ് തഅ്സിയത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? പണ്ഡിതന്മാരതിന് നൽകുന്ന വിശദീകരണം വഹിയൽ ഹംലു അല സബരി ബിവഅദിൽ അജ്രി വദ്ദുആഉ ലിൽ മയ്യിത്തി വൽ മുസാബ്. ധാരാളം പ്രതിഫലം ക്ഷമയിലൂടെ താങ്കൾക്ക് കിട്ടാനുണ്ട് എന്ന് അവരോട് പറയുകയും ആ ക്ഷമക്ക് വേണ്ടി പ്രേരിപ്പിക്കുകയും മരണപ്പെട്ടുപോയ വ്യക്തിക്ക് വേണ്ടിയും അതുപോലെ തന്നെ ആർക്കാണോ ആപത്ത് ബാധിച്ചതെങ്കിൽ അവർക്ക് വേണ്ടിയുമൊക്കെ ദുആ ചെയ്യലുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഒരു മനുഷ്യന്റെ ദുഃഖത്തിൽ, ഒരാൾ അനുഭവിക്കുന്ന ഒരു പ്രയാസത്തിൽ നാം ആശ്വാസത്തിന്റെ വചനങ്ങൾ പറയുകയാണെങ്കിൽ, ആശ്വസിപ്പിക്കാൻ വേണ്ട രൂപത്തിലുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അസ്സ അഖാഹുൽ മുഅ്മിന ഫീ മുസീബത്തിഹി കസാഹു അല്ലാഹു ഹുല്ലതൻ ഖദറാ യഹ്ബറു ബിഹാ യൗമൽ ഖിയാമah. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരെങ്കിലും തന്റെ വിശ്വാസിയായ മുഅ്മിനായ സഹോദരനെ സമാശ്വസിപ്പിച്ചാൽ, ഫീ മുസീബത്തിഹി, അവന് ബാധിച്ചിട്ടുള്ള ആപത്തിന്റെ വിഷയത്തിൽ അവനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയും അവന് വേണ്ട ആശ്വാസത്തിന്റെ രൂപത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്താൽ, ഈ ആശ്വസിപ്പിച്ച വ്യക്തിക്ക് കസാഹുല്ലാ, അല്ലാഹു അവനെ ധരിപ്പിക്കുന്നതാണ്, ഉടുപ്പിക്കുന്നതാണ്, ഹുല്ലതൻ ഖദറാ, പച്ചവർണ്ണത്തിലുള്ള ഒരു പുതപ്പ്, അഥവാ സ്വർഗീയാരാമത്തിൽ അവന് നല്ല രൂപത്തിലുള്ള വസ്ത്രമണിയിക്കപ്പെടുന്നതാണ്. യഹ്ബറു ബിഹാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അതുകൊണ്ടവൻ ഏറെ സന്തോഷിക്കുന്നതാണ് എന്ന് ആ ആശയത്തിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്.
അപ്പൊ ഒരാൾക്ക് ബാധിച്ചിട്ടുള്ള ആപത്തിന്റെ വിഷയത്തിൽ ആ ദുഃഖത്തിൽ പങ്കുചേരുക, ദുഃഖിതനായിട്ടിരിക്കുന്ന സഹോദരനെ ആശ്വസിപ്പിക്കുക, അതിന് നിർണയിക്കപ്പെട്ട ഒരു പ്രത്യേകമായ പദങ്ങളൊന്നും കൃത്യമായി വന്നിട്ടില്ല. എന്നാൽ ആ മനുഷ്യനിപ്പോൾ ബാധിച്ചിട്ടുള്ള ആപത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിലെ ദുഃഖങ്ങൾ അകലാനും അദ്ദേഹത്തിന് ആശ്വാസമുണ്ടാകാനുമൊക്കെ ആവശ്യമായത് എന്തൊക്കെയാണെങ്കിൽ അതൊക്കെ പറയാം. ക്ഷമിക്കാനും സഹിക്കാനുമൊക്കെ പ്രേരിപ്പിക്കുന്ന നിലക്കുള്ള നിർദ്ദേശങ്ങളാവാം. വിരോധിക്കപ്പെട്ട രൂപത്തിലുള്ള സംസാരങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള അനുവദനീയതയുടെ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ എന്തൊക്കെയാണെങ്കിൽ അതൊക്കെ നമുക്ക് പറയാം. നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സദസ്സിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സദസ്സിൽ എപ്പോഴും വന്നിരിക്കാറുണ്ടായിരുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു. ആ സഹാബിയുടെ കൂടെ ഇബ്നുൻ സഗീർ എന്ന അദ്ദേഹത്തിന്റെ ചെറിയ കുട്ടിയും ഉണ്ടാകാറുണ്ട്. യഅതീഹി മിൻ ഖൽഫി ളഹ്രിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സദസ്സിലിരുന്ന് ഈ സഹാബി ഈ കുട്ടിയെയും കൊണ്ടുവന്നിരിക്കുമ്പോൾ ഇടയ്ക്ക് ഈ കുട്ടി പിന്നിലൂടെ വരികയും അങ്ങനെ ഈ സഹാബി അദ്ദേഹത്തിന്റെ മുമ്പിൽ കുട്ടിയെ ഇരുത്താറും പതിവുണ്ട്. കുട്ടിയോട് വലിയ സ്നേഹമുണ്ടല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചോദ്യം അതേ എന്ന് സഹാബിയുടെ മറുപടി. അങ്ങനെ ഫഹലക, ഈ കുട്ടി മരണപ്പെട്ടു. ഫംതനഅ അർ-റജുലു അൻ യഹ്ദറ അൽ-ഹൽഖ, ഈ കുട്ടിയുടെ മരണശേഷം പിന്നെ ഈ സഹാബിയെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സദസ്സിൽ കാണുന്നില്ല. കുട്ടി മരിച്ച ദുഃഖത്തിൽ അദ്ദേഹം എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ്. ഈ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചു. അവിടുന്ന് സഹാബിമാരോട് ആരാഞ്ഞു, മാലി ലാ അറാ ഫുലാന, ഇന്ന വ്യക്തിയെ, ഇന്നാലിന്ന സഹാബിയെ കാണുന്നില്ലല്ലോ, കുറച്ചു നാളായിട്ട് അദ്ദേഹം എന്റെ സദസ്സിൽ വരുന്നില്ലല്ലോ, എന്താണ് അദ്ദേഹത്തിന് പറ്റിയത്? ഫഖാലു, അപ്പോൾ സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ബനീഹില്ലദീ റഅയ്തഹു ഹലക, അങ്ങൊരിക്കൽ സദസ്സിൽ വെച്ച് കണ്ടില്ലേ ഒരു കുട്ടിയെയുമായി വന്നത്? ആ കുട്ടി മരണപ്പെട്ടിരിക്കുന്നു. ആ കുട്ടി മരണപ്പെട്ട ദുഃഖത്തിൽ അദ്ദേഹം വീട്ടിൽ തന്നെ ഇരിപ്പാണ്. അദ്ദേഹം വലിയ വിഷമത്തിലാണ്, ദുഃഖത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പോയി കണ്ടു എന്ന് മാത്രമല്ല, വിവരങ്ങളെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അദ്ദേഹം പറഞ്ഞു. അവിടുന്ന് ആശ്വാസത്തിന്റെ വചനങ്ങൾ അവിടുത്തോട് പറയുകയാണ്. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം? പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾ എന്താണ് ഇഷ്ടപ്പെടുന്നത്? ഞാൻ രണ്ട് കാര്യങ്ങൾ പറയട്ടെ, അതിൽ രണ്ടിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം? ഒന്ന്, താങ്കളുടെ ജീവിതകാലം മുഴുവൻ ആ കുട്ടിയെയും കൊണ്ട് ആനന്ദിക്കുക. അതല്ലെങ്കിൽ ലാ തഅതി ഗദൻ ഇലാ ബാബിൻ മിൻ അബ്വാബിൽ ജന്ന ഇല്ലാ വജദതഹു ഖദ് സബഖത ഇലൈഹി യഫ്തഹു ലക. അതല്ലെങ്കിൽ നാളെ പരലോകത്ത് അതാ നീ സ്വർഗത്തിലേക്ക് പോകുമ്പോ സ്വർഗത്തിലെ ഏത് കവാടത്തിനരികിലേക്ക് നീ എത്തുമ്പോഴും അതാ ആ കവാടത്തിലതാ നിന്നെയും കാത്തുകൊണ്ട് നിന്റെ മോൻ നിൽക്കുകയാണ്. നിനക്ക് വേണ്ടി സ്വർഗത്തിന്റെ കവാടം തുറന്നു തരാൻ വേണ്ടി നിനക്ക് മുമ്പേ ആ കുഞ്ഞ് സ്വർഗത്തിലാകുന്നതാണോ നീ ഇഷ്ടപ്പെടുന്നത്? അതോ ഈ ദുനിയാവിൽ നീ ജീവിച്ചിരിക്കുന്ന കാലമത്രയും ആ കുട്ടിയെ കൊണ്ട് ആനന്ദിക്കലാണോ? രണ്ടിലേതാണ് നിനക്ക് വേണ്ടത്? അദ്ദേഹം പറഞ്ഞു, യാ നബി അല്ലാഹുവിന്റെ പ്രവാചകരെ, ബൽ യസ്ബിഖുനി ഇലാ ബാബിൽ ജന്നതി ഫയഫ്തഹുഹാ ഇലയ്യ ലഹു അഹബ്ബു ഇലയ്യ. നബിയേ, എന്റെ മകൻ സ്വർഗത്തിലെത്തിയിട്ട്, എനിക്ക് മുമ്പേ സ്വർഗത്തിലെത്തിയിട്ട് എനിക്ക് വേണ്ടി സ്വർഗം കവാടം തുറന്നു തരാൻ അങ്ങനെ ഒരു മോൻ എനിക്ക് അവിടെ ഉണ്ടാവുക എന്നതാണെങ്കിൽ ലഹു അഹബ്ബു ഇലയ്യ, അതാണ് നബിയെ എനിക്ക് ഏറ്റവും വേണ്ടത്, അതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇത് സഹാബി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫദാക ലക, എങ്കിൽ നിനക്കതാണ് കിട്ടാൻ പോകുന്നത്. നിന്റെ കുഞ്ഞ് മരണപ്പെട്ടില്ലേ, ആ കുട്ടിയുടെ മരണത്തിൽ നീ സഹിക്കുവാനും അല്ലാഹുവിന്റെ അടുക്കൽ നിന്നവന്റെ പ്രതിഫലത്തെ മോഹിക്കുവാനും റബ്ബ് എനിക്ക് നിശ്ചയിച്ച ഖദാ ആണല്ലോ,
അതിൽ ഞാൻ സഹിക്കണമല്ലോ, ഞാൻ ക്ഷമിക്കണമല്ലോ എന്ന് നീ ചിന്തിച്ചുകൊണ്ട് നീ ക്ഷമയുടെയും സഹനത്തിന്റെയും അങ്ങേയറ്റം കാണിച്ചുകൊണ്ട് റബ്ബിന്റെ കോടതിയിൽ എനിക്ക് പ്രതിഫലം കിട്ടണമെന്ന് നീ മോഹിക്കുകയാണെങ്കിൽ, ആ രൂപത്തിലുള്ള പ്രത്യേകമായ ഉദ്ദേശം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതാണ് നിനക്ക് സ്വർഗത്തിലാ മോൻ നിനക്ക് തുണയാകാൻ പോകുന്നു. അതല്ലേ നിനക്ക് വേണ്ടത്? ആ കുട്ടിപ്പ നേരത്തെ പോയിക്കോട്ടെ, നിങ്ങൾ വിഷമിക്കരുത്. ആ കുട്ടി നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള ഒരു നിധിയാണ്. ആ കുഞ്ഞ് നിങ്ങളെ സ്വർഗത്തിലേക്ക് നയിക്കാനുള്ള ഒരു നിധിയാണ്. അതുപോലെ നിങ്ങൾക്ക് അതോ ആ കുട്ടി കാലാകാലം ജീവിക്കലാണോ വേണ്ടത്, അതോ കുഞ്ഞു നേരത്തെ പോയിട്ട് നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ കാത്തു നിൽക്കുന്ന എന്റെ ഉപ്പയുടെ കൈപിടിച്ച് എന്റെ ഉമ്മയുടെ കൈപിടിച്ച് ഞാൻ സ്വർഗത്തിലേക്ക് പോകുമെന്ന് അള്ളാനോട് വളരെയേറെ കൊഞ്ചി പറയുന്ന മോനെയാണോ വേണ്ടത്? സഹാബി പറയുന്നു, അതാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞപ്പോ, എങ്കിൽ അതാണ് നിനക്ക് കിട്ടാൻ പോകുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ വേറെയും സഹാബിമാര് കേൾക്കുന്നുണ്ട്. അവര് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അലഹു ഖാസതൻ അവലികുല്ലിനാ, ഇത് ഇപ്പോൾ ഈ സഹാബിക്ക് മാത്രം ബാധകമായ കാര്യമാണോ, അതോ അവലികുല്ലിനാ, ഞങ്ങളിൽ ഇതുപോലെ മുസീബത്ത് ബാധിച്ച് കഴിഞ്ഞു പോയിട്ടുള്ള പലരുമുണ്ടല്ലോ, അവർക്കും ഈ പുണ്യമുണ്ടോ നബിയെ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ബല്ലികുല്ലിക്കും, എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഈ മഹത്വമുണ്ട് എന്ന് പറഞ്ഞാൽ ആ നിലയ്ക്ക് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആവശ്യമായ നിലക്കുള്ള ഉപദേശമാ കൊടുക്കുന്നത്. ആ കുഞ്ഞിന്റെ വിയോഗത്തിൽ ദുഃഖിതനായിട്ടിരിക്കുന്ന, വളരെ പ്രയാസം സഹിച്ചുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യന്റെ മനസ്സിൽ സന്തോഷത്തിന്റെ ഏറ്റവും വലിയ കിരണങ്ങൾ ഉണ്ടാക്കുന്ന, സന്തോഷത്തിന്റെ ചിന്തകൾ ഉണ്ടാക്കുന്ന നിലക്കുള്ള വാചകങ്ങൾ, ആ നിലക്കുള്ള സത്യമായ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. അപ്പൊ പ്രിയപ്പെട്ടവരെ, എന്താണ് ഇവിടെ? ആ സന്ദർഭത്തിന് യോജിച്ച നിലക്കുള്ള സമാശ്വാസത്തിന്റെ വാചകങ്ങൾ, ആ സന്ദർഭത്തിന് യോജിക്കുന്ന നിലക്ക് ആ വ്യക്തിയുടെ ദുഃഖത്തിൽ നിന്ന്, അയാൾക്ക് ബാധിച്ചിട്ടുള്ള മുസീബത്തിൽ നിന്ന് അയാൾക്ക് സഹനവും ക്ഷമയും കിട്ടാൻ ആവശ്യമായ വാക്കുകളും സംസാരങ്ങളുമാണ് സമാശ്വസിപ്പിക്കാൻ വേണ്ടി ചെല്ലുന്ന മുഅ്മിനിൽ നിന്നുണ്ടാകേണ്ടത്. അതല്ലാതെ ഒരാളുടെ ദുഃഖം കൂട്ടുന്ന വർത്താനല്ല പറയേണ്ടത്. ഒരാളുടെ ദുഃഖം, അയാളോ ദുഃഖിതനാണ്, ആ ദുഃഖിതനായിട്ടിരിക്കുന്നയാളോട് അയാളുടെ ദുഃഖം ഇങ്ങനെ ശതഗുണീഭവിപ്പിക്കുന്ന നിലക്ക്, 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്ന നിലക്കുള്ള സംസാരങ്ങൾ പറഞ്ഞിട്ട് ആ മനുഷ്യന്റെ മനസ്സിൽ വേദനയുണ്ടാക്കാൻ പാടില്ല, അയാളുടെ മനസ്സിൽ വിഷമമുണ്ടാക്കാൻ പാടില്ല. മറിച്ച് അയാൾക്ക് ആശ്വാസമുണ്ടാക്കി കൊടുക്കണം. ആ നിലക്കുള്ള പെരുമാറ്റമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇനിയും നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുമാ പറയുന്നു, അർസലത് ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദു ബനാതിഹി, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു മകൾ ഒരു ദൂതനെ പറഞ്ഞേക്കുകയാണ്. എന്താണ് മകളുടെ പ്രശ്നം? അന്ന സബിയൻ ലഹാ, അതാ ആ മകളുടെ കുട്ടി ഖദ് ഇഹ്തദറത്, അല്ലെങ്കിൽ മകളാണെന്നും മകനാണെന്നും അഭിപ്രായമുണ്ട്. ആ കുട്ടി അതാ മരണാസന്നനാണ്. അതുകൊണ്ട് നബിയെ ഫഷ്ഹദ്നാ, പാപ്പയൊന്ന് ഇവിടം വരെ വരണമെന്ന് മകൾ ചൊല്ലി അയക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് ദൂതൻ ചെന്നപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മകളുടെ അടുത്തേക്ക് ദൂതനെ പറഞ്ഞേക്കുകയാണ്, എന്റെ മോളോട് സലാം പറയൂ, അസ്സലാമു അലൈക്കും, എന്റെ മോളോട് സലാം അറിയിക്കൂ. പിന്നെ പറയൂ അവളോട്, ഇന്ന ലില്ലാഹി മാ അഖദ വലില്ലാഹി മാ അഅതാ വകുല്ലു ശൈഇൻ ഇൻദഹു ഇലാ അജലിൻ മുസമ്മാ ഫൽതസ്ബിർ വൽതഹ്തസിബ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? മകളോട് പറയൂ, ഇന്ന ലില്ലാഹി മാ അഖദ, നിശ്ചയം അല്ലാഹുവിനുള്ളതാണ് അവൻ എടുത്തതെല്ലാം. അല്ല വല്ലതും എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവന്റേതാണ്. വലില്ലാഹി മാ അഅതാ, അല്ല നൽകിയതും അവന്റേത് തന്നെയാണ്. അല്ല വല്ലതും തന്നിട്ടുണ്ടോ അവന്റേതാണ്, വല്ലതും അവൻ മടക്കി തിരിച്ചെടുത്തിട്ടുണ്ടോ അതും അവന്റേതാണ്. എല്ലാ കാര്യങ്ങൾക്കും ഇൻദഹു, അല്ലാഹുവിന്റെ അടുക്കൽ, ഇലാ അജലിൻ മുസമ്മാ, നിർണയിക്കപ്പെട്ട ഒരു അവധിയേ ഉള്ളൂ. അല്ല എല്ലാത്തിനും ഒരു അജൽ നിശ്ചയിച്ചിട്ടുണ്ട്. അല്ല നിശ്ചയിച്ച അജലെത്തിയാൽ അത്
മോനാണെങ്കിലും മോളാണെങ്കിലും ചെറുപ്പക്കാരിയാണെങ്കിലും വൃദ്ധനാണെങ്കിലും യുവാവാണെങ്കിലും യുവതിയാണെങ്കിലും ആരാണെങ്കിലും അള്ളാഹ് നിശ്ചയിച്ച അജലെത്തിക്കഴിഞ്ഞാൽ അത് അള്ളാഹ് മടക്കി വിളിക്കും. ആശ്വാസത്തിന്റെ വചനം പറയണം. അതുകൊണ്ട് മോളോട് പറയൂ, ഫൽ തസ്ബിർ, മോളെ നീ ക്ഷമിക്കണം, അവൾ ക്ഷമിക്കട്ടെ. വൽ തഹ്തസിബ്, അവൾ എന്ത് ചെയ്യട്ടെ? ഏറ്റവും നന്നായി അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലത്തെ മോഹിക്കട്ടെ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മകളുടെ കുട്ടി മരണപ്പെടുന്ന നേരത്ത് ബാപ്പയൊന്നിവിടം വരെ വരണം എന്ന് പറഞ്ഞപ്പോ ചൊല്ലി അയക്കുകയാണ്. ഈ വാർത്ത ഈ മകൾ കേട്ടു. പിന്നെയും പ്രവാചകനോട് അവർ പറയുകയാണ്, എന്നാലും അങ്ങൊന്ന് വരണം. അങ്ങനെ വേറെ വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നു, കുട്ടിയെ തന്റെ കയ്യിലെടുക്കുന്നു. ആ കുട്ടിയുടെ അവസാന ശ്വാസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നു. അവിടുത്തെ കണ്ണുനീരൊലിക്കുന്നു. സഹാബത്ത് ചോദിക്കുന്നു, നബിയെ അങ്ങും കരയുകയാണോ? റസൂലുള്ളാഹി മറുപടിയും പറയുന്നു, ഹദിഹി റഹ്മത്തുൻ യദഉഹല്ലാഹു ഫീ ഖുലൂബി മൻ യശാഉ മിൻ ഇബാദിഹി വഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹിർ റഹമാ. ഇത് കാരുണ്യത്തിന്റെ ലക്ഷണമാണ്. അള്ളാഹ് ഉദ്ദേശിക്കുന്ന അടിമകളുടെ ഹൃദയങ്ങളിൽ അള്ളാഹ് നിക്ഷേപിക്കുന്ന കാരുണ്യത്തിന്റെ അടയാളമാണ് ഈ കണ്ണുനീര്. ഏറ്റവും കാരുണ്യമുള്ളവരോട് മാത്രമേ അള്ളാഹുവും കരുണ ചെയ്യുകയുള്ളൂ. അത് ആ സദർ നടന്ന ഒരു സംഭവമായിരുന്നു. ഇവിടെ എന്താണ് നമ്മുടെ വിഷയവുമായിട്ടുള്ള ബന്ധം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ സ്വന്തം മകൾക്ക് ബാധിച്ചിട്ടുള്ള വിപത്തിന്റെ ഘട്ടത്തിൽ ആശ്വാസത്തിന്റെ വചനം പറയുകയാണ്. അതുകൊണ്ട് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പണ്ഡിതന്മാർ പറയുന്നു, വഹാദൽ ഹദീസു അഹ്സനു മാ യുഅസ്സാ ബിഹി. ഒരാളോട് ആശ്വാസത്തിന്റെ വാക്കുകൾ പറയുന്നുവെങ്കിൽ പറയാൻ ഏറ്റവും നല്ലത് ഇതൊക്കെ തന്നെയാണ്. പ്രവാചകനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു വാചകം ഇത് മാത്രമാണ്. അല്ലെങ്കിൽ ഈ അർത്ഥത്തിലുള്ള വാചകങ്ങൾ നേരത്തെ വിശദീകരിക്കപ്പെട്ടതുപോലെ ആശ്വാസമുണ്ടാകുന്ന, സഹിക്കാനും ക്ഷമിക്കാനും പ്രേരിപ്പിക്കുന്ന, അതുകൊണ്ട് പരലോകത്ത് നേടാവുന്ന നേട്ടങ്ങളെ കുറിച്ചൊക്കെ ബോധവൽക്കരിക്കാവുന്ന നിലക്ക് വേണ്ട രൂപത്തിലുള്ള സമാശ്വസിപ്പിക്കലുകളാണ് നടക്കേണ്ടത്. ആ ആപത്ത് ബാധിച്ച വ്യക്തിയുടെ ദുഃഖം ഇരട്ടിപ്പിക്കുന്ന നിലക്കുള്ള സംസാരങ്ങൾ തീർത്തും വർജിക്കപ്പെടേണ്ടതാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കലതാ ഒരു കുഞ്ഞു മരണപ്പെട്ട ഒരു സ്ത്രീയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ആശ്വാസത്തിൻ്റെതായ കാര്യം പറഞ്ഞത് എങ്ങനെയാണ്? അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു, മാമിനിംറിഇൻ അവ ഇംറഅത്തിൻ മുസ്ലിമ യമൂതു ലഹാ തലാസതു ഔലാദിൻ ഇല്ലാ അദ്ഖലഹുല്ലാഹു ബിഹിമുൽ ജന്ന. ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മുസ്ലിമത്തായ പെണ്ണ്, അവൾക്ക് 3 കുട്ടികൾ മരണപ്പെടുകയാണ്, 3 കുഞ്ഞുങ്ങൾ ആ വ്യക്തിയുടെ മരണപ്പെട്ടുവെങ്കിൽ ഇല്ലാ ദഖലഹുല്ലാഹു ബിഹിമുൽ ജന്ന, അവര് മുഖേന ഈ വ്യക്തിയെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, നബിയെ 2 ആൾ മരണപ്പെട്ടയാൾക്കും ഈ കൂലിയുണ്ടോ? പ്രവാചകൻ പറയുന്നു, വസ്നൈൻ, അതേ 2 ആൾ മരണപ്പെട്ടയാൾക്കുമുണ്ട്. ഒരു കുട്ടി മരണപ്പെട്ട നേരത്തെ നമ്മൾ പറഞ്ഞ സംഭവത്തിലും. അപ്പോ ഇതൊക്കെ ഏറ്റവും കൂടുതൽ സഹനത്തിന്, ക്ഷമയ്ക്ക്, അദ്ദേഹത്തിന്റെ മനസ്സിൽ ആശ്വാസമുണ്ടാക്കുന്ന വചനങ്ങളാണ്. ആ രൂപത്തിലുള്ള ഉപദേശ നിർദ്ദേശങ്ങളൊക്കെയാണ് ഒരാപത്ത് ബാധിച്ച ഒരു വ്യക്തിയെ അയാളെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുകയാണെങ്കിലും ശരി, പള്ളിയിൽ വെച്ച് കണ്ടുമുട്ടുകയാണെങ്കിലും ശരി, വീട്ടിൽ വെച്ച് കണ്ടുമുട്ടിയ നേരത്താണെങ്കിലും ശരി, മറമാടി തിരിച്ചു പോരുന്ന വഴിക്ക് വെച്ച് കണ്ടുമുട്ടിയതാണെങ്കിലും ശരി, ഏത് ഘട്ടത്തിലാണോ ഒരാളെ കണ്ടുമുട്ടുന്നതെങ്കിൽ ആ സമയത്ത് അയാളോട് ആശ്വാസത്തിന്റെ വചനങ്ങൾ പറയൽ നമുക്ക് പുണ്യകരമാണ്. ഇതാണ് തഅസിയത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചില പ്രദേശങ്ങളിൽ മൂന്നോട് എന്ന പേരിൽ അറിയപ്പെടാറുണ്ട്. ചില സ്ഥലത്ത് കണ്ണൂക്കിന് പോവുക എന്ന് പറയപ്പെടാറുണ്ട്. ഈ രൂപത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ പിൽക്കാലത്ത് അതിന്റെ മറ്റു ചില ലക്ഷ്യങ്ങൾ കൊണ്ട് വന്നതാവാം. ഏതായിരുന്നാലും അങ്ങനെ ഒരു 3 ദിവസം മാത്രമേ ഒരാളെ ആശ്വസിപ്പിക്കാവൂ എന്ന പരിധിയൊന്നുമില്ല. ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. 3 ദിവസത്തിലപ്പുറം ഇങ്ങനെ 4-ാം ദിവസം ഇങ്ങനെ കണ്ടാൽ ആശ്വസിപ്പിക്കാനൊന്നും പാടില്ല. 3 ദിവസം കൊണ്ട് അത് കഴിഞ്ഞു. 3 ദിവസം മാത്രമേ ഇങ്ങനെ ഒരാളുടെ മരണ വീട്ടിൽ, അതല്ലെങ്കിൽ മരണപ്പെട്ട സന്തപ്ത കുടുംബങ്ങളെ സമാശ്വസിപ്പിക്കൽ 3 ദിവസത്തിലപ്പുറം പാടില്ലെന്നൊരു ധാരണയുണ്ട്. അത് ശരിയല്ല. ആവശ്യമുള്ള ഘട്ടത്തിൽ എത്ര കാലം കഴിഞ്ഞാലും ആശ്വസിപ്പിക്കേണ്ട സമയമാണെങ്കിൽ ആശ്വസിപ്പിക്കാം. ഒരാൾക്കൊരു മരണം നടന്നു, ഒരാപത്ത് ബാധിച്ചു, അയാൾ ആ വിഷയം നമ്മളോട് പറയുന്നത് കുറെ കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ട്
അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ടാ, അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ടാ. അയാൾ ആ സമയത്ത് വല്ലാത്ത വിഷമത്തിലാണ്, ബേജാറിലാണ്, അതുപോലെ തന്നെ ദുഃഖത്തിലാണ് കാണുന്നതെങ്കിൽ ആ നേരത്തും അയാൾ നമുക്ക് ആശ്വസിപ്പിക്കാം. ആ നേരത്തും അയാളോട് ആശ്വാസത്തിന്റെ വചനങ്ങൾ, വാചകങ്ങൾ, ഉപദേശ നിർദ്ദേശങ്ങൾ നമുക്ക് പറയാവുന്നതാണ്. പണ്ഡിതന്മാര് പറയുന്നത് കാരണം ഇതുകൊണ്ടൊക്കെയുള്ള ലക്ഷ്യം അദ്ദുആഉ വൽ ഹംലു അല الصബ്രി വന്നഹി അനിൽ ജസഇ വദാലിക യഹ്സുലു മഅ തൂലിസ് സമാൻ. ഈ വ്യക്തിക്ക് വേണ്ടിയും മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടിയുമൊക്കെ പ്രാർത്ഥിക്കലും ക്ഷമിക്കാൻ പ്രേരിപ്പിക്കലും അസ്വസ്ഥതയൊന്നും പാടില്ല, അക്ഷമ കാണിക്കരുതെന്ന് വിലങ്ങലുമൊക്കെയാണല്ലോ ഈ തഅസിയത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. എങ്കിൽ വദാലിക യഹ്സുലു മഅ തൂലിസ് സമാൻ, അത് എത്ര കാലം കഴിഞ്ഞാലും ആവശ്യമെന്ന് തോന്നുന്നുവെങ്കിൽ നമുക്ക് നിർവഹിക്കാവുന്നതേയുള്ളൂ, നിർവഹിക്കാവുന്നതുമാണ് എന്നാണ് അതിനെ സംബന്ധിച്ച് പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. 2 കാര്യങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ വർദ്ധിക്കേണ്ടതുണ്ട്. ഒന്നെന്താണ്? ചില സ്ഥലങ്ങളിൽ, നമ്മുടെ നാടുകളിൽ തഅസിയത്ത് സ്വീകരിക്കാൻ വേണ്ടി പ്രത്യേകം പന്തലിട്ട്, അതിനുവേണ്ടി പ്രത്യേകം എല്ലാവരും കൂടെ ഒരു പന്തലിൽ ഒരുമിച്ച് കൂടി, അതല്ലെങ്കിൽ ഖബർസ്ഥാനിലോ അല്ലെങ്കിൽ പള്ളിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തോ പ്രത്യേകമായി തഅസിയത്ത് സ്വീകരിക്കാനായി മാത്രം ഭക്ഷണമൊക്കെ തയ്യാറാക്കി കാത്തിരിക്കുന്ന സമ്പ്രദായമുണ്ട്. ഭക്ഷണമൊക്കെ തയ്യാറാക്കി കാത്തിരിക്കുന്ന സമ്പ്രദായമുണ്ട്. വരുന്ന ആളുകൾക്ക് ഭക്ഷണം, വിഭവസമൃദ്ധമായ സദ്യ നൽകുക, അതല്ലെങ്കിൽ ആ നിലക്കുള്ള മറ്റേതെങ്കിലും പലഹാരങ്ങളോ വിഭവങ്ങളോ ഒക്കെ നൽകിക്കൊണ്ട് അങ്ങനെ മയ്യത്തിന്റെ വീട്ടുകാര് അതാ മരണം നടന്ന വീട്ടിൽ ദഫന് കഴിഞ്ഞാൽ അഥവാ മറമാടൽ കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ വമ്പിച്ച സദ്യ ഒരുക്കുകയും അങ്ങനെ നാട്ടുകാരെയൊക്കെ വിളിപ്പിച്ച് അതാ 1ാമത്തെ ദിവസം തന്നെ ഏറ്റവും ഒരു സദ്യ ആ മരിച്ച വീട്ടിൽ നടത്തുകയും ചെയ്യുന്ന സമ്പ്രദായം കണ്ടുവരുന്നുണ്ട്. പിന്നെ 3-ന്റെ അന്ന് വിഭവസമൃദ്ധമായ മറ്റൊരു സദ്യ, 7-ന് മറ്റൊരു സദ്യ, 14-ന് മറ്റൊരു സദ്യ, 40-ന് മറ്റൊരു സദ്യ, ആണ്ട് തികയുന്ന ചരമദിനത്തിൽ മറ്റൊരു സദ്യ. ഇങ്ങനെ 1, 3, 17, 14, 40 ആണ്ട് ഇതിനൊക്കെ പ്രത്യേകമായി ആളുകളെ വിളിക്കുകയും അതിനുവേണ്ടി പ്രത്യേകം ആളുകളെ തയ്യാറാക്കി നിർത്തുകയും അവിഭവസമൃദ്ധമായ സദ്യകൾ ഉണ്ടാക്കിക്കൊണ്ട് അത് വിതരണം നടത്തുകയും ഒക്കെ ചെയ്യുന്ന സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചതല്ല. അവിടുന്ന് അത് നമുക്ക് ശറഅാക്കി തന്നതല്ല. മറിച്ച് സഹാബി പറയുകയാണ്, ജരീർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കുന്നാ നഉദ്ദുൽ ഇജ്തിമാഅ ഇലാ അഹ്ലിൽ മയ്യിതി വസനിയത അത്ആമി ബഅദ ദഫനിഹി മിനൻ നിയാഹതി. മയ്യത്തിന്റെ അഹ്ലുകാരുടെ അടുത്തേക്ക് ഒരുമിച്ച് കൂടിയിരിക്കലും അവിടെ പോയിട്ട് കൂടിയിരിക്കലും അതുപോലെ തന്നെ കബറടക്കം നടന്നതിന്റെ ശേഷം വിഭവസമൃദ്ധമായി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അതിങ്ങനെ ആളുകളെ തീറ്റിപ്പിക്കലുമൊക്കെ ഞങ്ങൾ കണക്കാക്കിയിരുന്നത്, എണ്ണിയിരുന്നത് മിനൻ നിയാഹതി, വിരോധിക്കപ്പെട്ടിട്ടുള്ള കൂട്ടക്കരച്ചിലിന്റെ കൂട്ടത്തിലാണ്. നിയാഹത്തിൽ എന്ന് പറഞ്ഞാൽ പാടില്ലാത്ത നിലക്കുള്ള ദുഃഖപ്രകടനമാണ് നിയാഹത്ത്. ആ വകുപ്പിലാണ് ഞങ്ങൾ ഇങ്ങനെ ദഫ്ന് നടന്നിട്ട് ആ വീട്ടിൽ ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആളുകളെ തീറ്റിക്കുന്ന സദ്യ ഉണ്ടാക്കുന്ന ഏർപ്പാടിനെ ഞങ്ങൾ കണക്കാക്കിയിരുന്നത് എന്നാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്താണ് വാസ്തവത്തിൽ വേണ്ടത്? വേണ്ടതെന്താണ് വാസ്തവത്തിൽ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്? ഒരു വീട്ടിൽ മരണം നടന്നു കഴിഞ്ഞാൽ ആ മരണം നടന്ന ദുഃഖവും പ്രയാസവും വിഷമങ്ങളുമൊക്കെ അനുഭവിക്കുന്ന ആ വീട്ടിലെ മെമ്പർമാര് അവരന്ന് ഭക്ഷണം കഴിക്കാൻ അവർക്ക് മനസ്സുണ്ടാകില്ല, ഭക്ഷണം പാകം ചെയ്യാൻ അവർക്ക് മനസ്സ് വരില്ല. കാരണം ഉറ്റവരാണ് മരണപ്പെട്ടിരിക്കുന്നത്, ഉടയവരാണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത്. ആ കഥന ഭാരത്താൽ, ആ ദുഃഖത്തിന്റെ ഭാരത്താൽ പ്രയാസം അനുഭവിക്കുന്ന ആ വീട്ടിലെ ആളുകൾ അവരന്ന് ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കിക്കൊള്ളണം എന്നില്ല, അവരന്ന് ഭക്ഷണം ആ വീട്ടിൽ ഉണ്ടാക്കുകയില്ല. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചതെന്താണ്? ആ മയ്യത്തിന്റെ അയൽക്കാരോട് പഠിപ്പിക്കുന്നു, മയ്യത്തിന്റെ ബന്ധുക്കളോടും പഠിപ്പിക്കുന്നു. എന്താണ്? ആ മയ്യത്തിന്റെ വീട്ടുകാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. മയ്യത്തിന്റെ വീട്ടുകാർക്ക് അയൽക്കാരും ബന്ധുക്കളും ഒക്കെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവരുടെ വീട്ടിലേക്ക് എത്തിക്കുകയോ അല്ലെങ്കിൽ ഇവരുടെ വീട്ടിലേക്ക് അവരെ ക്ഷണിച്ച് അത് ഭക്ഷിപ്പിക്കാൻ വേണ്ട വാക്കുകളും പ്രോത്സാഹനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ട രൂപത്തിലുള്ള നിർദ്ദേശം കൊടുക്കണം എന്നാണ്.
സ്വാഭാവികമായിട്ടും നമുക്കറിയാം, മരണം നടന്ന വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കൂല, ഒരിക്കതിന് മനസ്സ് വരില്ല. അപ്പൊ ബന്ധുക്കളും അയൽക്കാരും ഒക്കെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വളരെ ആശ്വാസത്തിന്റെ വചനങ്ങൾ പറഞ്ഞുകൊണ്ട്, നിങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ എങ്ങനെയാണ്? ഭക്ഷണം കഴിക്കാതിരുന്നാൽ എഴുതിക്കാൻ കഴിയോ? അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കിൻ, കുറച്ചെങ്കിലും കഴിക്കിൻ എന്നൊക്കെ പറഞ്ഞ് ആ ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളെ ആ ഭക്ഷണത്തിന് വേണ്ടി ആശ്വാസത്തിന്റെ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രേരിപ്പിക്കൽ ബന്ധുക്കളുടെ ചുമതലയാണ്, അയൽക്കാരുടെ ചുമതലയാണ്. ഉത്തരവാദപ്പെട്ടവർക്ക് അത് നിർബന്ധമായ ഒരു കാര്യമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മഹാനായ അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ മോനാണ്. ഹിജ്റ 9-ാമത്തെ കൊല്ലത്തിൽ മുഅ്തത്ത് യുദ്ധം നടന്നപ്പോ അതാ ജഅഫർ റളിയല്ലാഹു അൻഹു ആ മുഅ്തത്ത് യുദ്ധത്തിൽ ഷഹീദാവുകയാണ്. ആ ജഅഫർ റളിയല്ലാഹു അൻഹു ഷഹീദായപ്പോ അതാ മകൻ അബ്ദുള്ള പറയുകയാണ്, ലമ്മാ ജാഅ നഅയു ജഅഫർ ഹീന ഖുതില ഖാല النبي صلى الله عليه وسلم اصنعوا لآل جعفر طعاما فقد أتاهم أمر يشغلهم أو أتاهم ما يشغلهم. എന്താ പറയുന്നത്? ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ മരണവാർത്ത കിട്ടിയപ്പോ, അദ്ദേഹം യുദ്ധത്തിൽ കൊല്ലപ്പെട്ടപ്പോ ഷഹീദായ നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇസ്നഉ ലിആലി ജഅഫർ തഅമാ, ജഅഫറിന്റെ കുടുംബത്തിന് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണേ. ജഅഫറിന്റെ കുടുംബത്തിന് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണേ. കാരണം ഫഖദ് അതാഹും അംറുൻ യുശ്ഗിലുഹും, അവരെ ഇപ്പോൾ അതിൽ നിന്നൊക്കെ ശുഗ്ലാക്കുന്ന ഒരു കാര്യം അവർക്ക് വന്നിരിക്കുകയാണ്. അവർക്കിപ്പോ ഭക്ഷണത്തിന്റെ ചിന്തയില്ല, അത് പാകം ചെയ്യേണ്ടുന്ന ബോധമുള്ള നേരമല്ല, അതിനവർക്ക് താല്പര്യമുള്ള സമയമല്ല. അവര് ദുഃഖിതരാണ്, അവര് പ്രയാസത്തിലാണ്, വിഷമത്തിലാണ്. അതുകൊണ്ട് ജഅഫറിന്റെ കുടുംബത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണേ എന്നതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുന്നു. ഇതാണ് ഇസ്ലാമികമായ സമ്പ്രദായം. മരിച്ച വീട്ടിൽ പോയിട്ട് നന്നായി സാപ്പാടടിച്ച് പുറത്തേക്ക് വരലല്ല, മരിച്ച വീട്ടുകാർക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവരെ തീറ്റിപ്പിക്കലാണ് ഇസ്ലാമികമായ സമ്പ്രദായം എന്ന് പറയുന്നു. മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ ഉം എന്ന വിഖ്യാത ഗ്രന്ഥത്തിൽ പറയുന്നു, وأحب لجيران الميت أو ذي قرابته أن يعملوا لأهل الميت في يوم يموت وليلته طعاما يشبعهم فإن ذلك سنة وذكر كريم وهو من فعل أهل الخير قبلنا وبعدنا. അദ്ദേഹം പറയുകയാണ്, മയ്യത്തിന്റെ അയൽക്കാർക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ആ മയ്യത്തിന്റെ ബന്ധുക്കൾക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നു. അവരെന്ത് ചെയ്യണം? ആ മരണം നടന്ന വീട്ടുകാർക്ക് അതാ ആ മരണം നടന്ന ഒരു രാവും ഒരു പകലും ആവശ്യമായ നിലക്കുള്ള, ഒരു ദിവസത്തേക്ക് ആവശ്യമായ നിലക്കുള്ള ത്വആമുണ്ടാക്കി കൊടുക്കണം എന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നു. അവര് വയറ് നിറപ്പിക്കുന്ന നിലക്ക്, അവരുടെ വിശപ്പ് പരിഹാരമാകുന്ന നിലക്ക് അവർക്കത് ചെയ്തു കൊടുക്കണം. ഫഇന്ന ദാലിക സുന്നാ, അതാണ് ഏറ്റവും പുണ്യകരമായ, അതാണ് നബിചര്യ, അതാണ് സുന്നത്ത്, അതാണ് മുൻഗാമികളുടെ സമ്പ്രദായം, അതാണ് നല്ലവരായ എല്ലാവരുടെയും സമ്പ്രദായമെന്ന് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ഷാഫിഈ ഇമാമിന്റെ ഗ്രന്ഥത്തിലെവിടെയും അതാ മരണം നടന്ന വീട്ടിൽ നിന്ന് ആളുകളെ വിളിച്ച് സദ്യ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല, 3-ന്റെ അന്ന് സദ്യ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടില്ല, 7-ന് സദ്യ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടില്ല, 14-ന് സദ്യ ഉണ്ടാക്കൽ പുണ്യമെന്ന് പറഞ്ഞിട്ടില്ല, 40-നോ 2-നോ സദ്യ ഉണ്ടാക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, ഷാഫിഈ ഇമാമിന്റെ ഗ്രന്ഥത്തിലും ഇല്ല. എന്നാൽ സഹോദരന്മാരെ, ഇന്ന് നേരെ എതിരല്ലേ ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള അപ്പുറത്തുള്ള ആളുകൾ പോലും ഈ വസ്തുതകളെ പലപ്പോഴായി തുറന്നെതിർത്തിട്ടുണ്ട്. ചില പണ്ഡിതന്മാരൊക്കെ, അവരുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാര് തന്നെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഈ അടിയന്തരം, മരിച്ച വീട്ടിലതാ ഖബറടക്കം കഴിഞ്ഞാൽ എല്ലാവരും കൂടെ വീട്ടിലൊന്ന് ആ പരിസരത്തിലൂടെ ഒരാൾ പോകുകയാണെങ്കിൽ ഒരു കല്യാണാഘോഷം നടക്കുന്ന പ്രതീതിയാണ് ആളുകൾക്ക് തോന്നുക. നിങ്ങൾക്ക് പപ്പടം കിട്ടിയോ, ഇനി ചോറുണ്ടോ, സാധനമുണ്ട് കഴിച്ചോളി, എന്തിനാങ്ങൾ വിഷമിക്കുന്നത്? അവിടെ ഇറച്ചി വേണോ, ഇവിടെ ചോറ് വേണോ, ഇവിടെ വെള്ളം വേണോ, അവിടെ അത് വേണോ, ജ്യൂസ് വേണോ, ഇത് വേണോ, എന്തൊക്കെ അങ്ങനെ ചോദ്യം ഇങ്ങനെ കേട്ടാ ആ പരിസരത്തൊന്നുമില്ലാത്തൊരു മനുഷ്യനത് ഇങ്ങനെ കടന്നു പോകുമ്പോ ഇവിടുത്തെ സംസാരങ്ങളൊക്കെ കേട്ടാ എന്താ തോന്നുക? ഇവിടെ എന്തോ ഒരു കല്യാണപ്പുരയാണ്. കാരണം അത്ര വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാക്കിയിട്ട് അയൽവാസികൾക്കും നാട്ടുകാർക്കും കുടുംബങ്ങൾക്കൊക്കെ വിളിച്ചു വരുത്തിയിട്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ആ സമ്പ്രദായമാണെന്ന് നാടുകളിൽ കാണുന്നത്. വാസ്തവത്തിൽ ഇവിടെ വാദി പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരികയാണ്.
വാദി പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരികയാണ്. ഭക്ഷണം കിട്ടേണ്ട ആളാണ് വീട്ടുകാരൻ, പക്ഷേ അയാളുടെ മുതൽ കൊണ്ട് അയാൾ ഭക്ഷണം ഉണ്ടാക്കി മറ്റുള്ളവരെ തീറ്റിക്കുന്ന ഏർപ്പാടാണ് ചെയ്യുന്നത്. അത് ചെയ്തിട്ടില്ലെങ്കിലോ സമൂഹത്തിൽ വലിയ കുറ്റമാണ്. അവൻ പിശുക്കനാണ്. അവന് കണ്ടോ അപ്പാനോട് സ്നേഹമില്ല, ഉമ്മാനോട് സ്നേഹമില്ല, കണ്ടോ അവൻ അടിയന്തരം കഴിച്ചില്ല, ആ കാശ് ചെലവാകാതിരിക്കാനാണ്, ഇതൊക്കെയാണ് ഇവരെ പരിപാടി, പുത്തൻവാദിയാണ് എന്നൊക്കെ പറയാറില്ലേ? ഇതേ കാര്യം ഇതാ അപ്പുറത്തുള്ള ഒരു പണ്ഡിതൻ തന്നെ പറയുന്നത് നോക്കൂ. അയാൾ എന്താ പറയുന്നത്? ഇയാൾ കവിതാ രൂപത്തിൽ അയാളുടെ പുസ്തകത്തിൽ ഈ ഒരു ആചാരത്തെ വിമർശിക്കുന്നത് നോക്കൂ. മരണം നടന്ന ഭവനമിൽ വന്നന്ന് കൂടുന്നവർക്ക് കൊടുക്കണം ചിലവിന്ന് എന്നുള്ള മട്ടാണിന്ന് വന്നിരിക്കുന്നത്. കൊടുക്കാതിരുന്നാൽ കുറ്റമാ പറയുന്നത്. സുബ്ഹാന റബ്ബി, അത്ഭുതം തന്നാണിത്. പ്രതികൂട്ടിലാണോ വാദിയും നിൽക്കേണ്ടത്? നബി മുസ്തഫ പഠിപ്പിച്ചതിനെതിരാണിത് എന്നാണ് അബൂദാവൂദിലും തെളിയുന്നത്. അൽ മവാഹിബുൽ ജലിയ എന്ന് പറഞ്ഞിട്ട് തെക്കൻ കേരളത്തിലെ തഴവ മുഹമ്മദ് കുഞ്ഞി മൗലവി എന്ന് പറയുന്ന ആൾക്കൊരു ഗാനശേഖരമുണ്ട്, കവിതാ ശേഖരം. അയാള് പല കാര്യങ്ങളും കവിതാ രൂപത്തിലാണ്. അങ്ങനെ ആ പുസ്തകം അത് 10ഓളം ചെറിയ ചെറിയ വാള്യങ്ങളായിട്ടാണ് പണ്ട് വിതരണം ചെയ്യപ്പെട്ടിരുന്നത്. ഇപ്പൊ എല്ലാം കൂടി കൂട്ടിയിട്ട് 10 കൂടി ഒറ്റ വാള്യത്തിലാക്കിയിട്ട് അത് ഇറക്കുന്നുണ്ട്. ഇതിന്റെ ആദ്യകാല പതിപ്പിൽ കേട്ട വരികളാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്ത്? മരണം നടന്ന ഭവനമിൽ വന്ന് അന്ന് കൂടുന്നവർക്ക് കൊടുക്കണം ചെലവിന്ന്. എന്നിട്ട് സ്ഥിതിപ്പതാണ്, മരിച്ച വീട്ടിലെ അവിടെ വന്നുകൂടുന്ന ആളുകൾക്കൊക്കെ വീട്ടുകാർ ഭക്ഷണം കൊടുക്കണം എന്നുള്ള മട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. കൊടുക്കാതിരുന്നാൽ കുറ്റമാ പറയുന്നത്. കൊടുത്തിട്ടില്ലേ കുറ്റാണ്. എടുത്ത് പറഞ്ഞതുപോലെ പിസ്കനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കും. എന്നിട്ട് അദ്ദേഹം പറയണു, സുബ്ഹാന റബ്ബി, അത്ഭുതം തന്നാണിത്. പ്രതികൂട്ടിലാണോ വാദിയും നിൽക്കേണ്ടത്? ഇവിടെ വാദി പ്രതിയായി മാറുകയാണല്ലോ. ഭക്ഷണം കിട്ടേണ്ട ആൾ ഇപ്പൊ ഭക്ഷണം കൊടുക്കാത്തതിന്റെ പേരിൽ കുറ്റക്കാരനായി മാറുകയാണല്ലോ. വല്ലാത്തൊരു കഷ്ടം. നബി മുസ്തഫ പഠിപ്പിച്ചതിനെതിരാണിത് എന്നാണ് അബൂദാവൂദിലും തെളിയുന്നത്. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ് പ്രകാരം ഇത് നബി പഠിപ്പിച്ച ആചാരത്തിന് വിരുദ്ധമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഇത് ഒറ്റ വാളിത് പണ്ടുള്ള പതിപ്പിൽ ഈ വരികളാണ്ടായിരുന്നത്. ഇന്നുള്ള പതിപ്പിൽ നോക്കുമ്പോൾ ആരാ അത് മാറ്റിയതെന്നറിയില്ല. ഈ ആശയുണ്ട്, പക്ഷേ ഈ വരികളില്ല. ഈ രൂപത്തിലുള്ള വരികളല്ല, വേറെ രൂപത്തിലുള്ള വരികളാണുള്ളത്. പ്രതിക്കൂട്ടിലാണോ വാദിയും നിൽക്കേണ്ടത് എന്നൊന്നുമില്ല. മറിച്ച് മരിച്ച വീട്ടുകാർ അങ്ങോട്ട് ഭക്ഷണം ഉണ്ടായി കൊടുക്കല്ല, അവർക്ക് ഇങ്ങോട്ട് കിട്ടുകയാണ് വേണ്ടത് എന്ന് അദ്ദേഹം അവിടെയും പറയുന്നുണ്ട്. ഏതായാലും പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിലുള്ള സമ്പ്രദായങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കണ്ണൂക്കിന് പോകുക എന്നാ പറയാ. മരിച്ച വീട്ടിലേക്ക് മറമാടി കഴിഞ്ഞ് വരുമ്പോഴേക്കും അരിയും പഞ്ചസാരയും ചായയും എല്ലാം കൂടി വീട്ടിൽ നിന്ന് ചായയും പലഹാരങ്ങളൊക്കെ അന്ന് 2-ാം ദിവസം, അന്ന് 3-ാം ദിവസം അങ്ങനെ ഓരോരുത്തർ കൊണ്ടുവരിക. ഹലുവക്കെട്ട്, വെറ്റിലക്കെട്ട്, അതുപോലെ തന്നെ പഞ്ചാരച്ചാക്ക്, അരിച്ചാക്ക്, മുളക്, ഇറച്ചി, മീൻ, അങ്ങനെ ധാരാളം കൊണ്ടുവന്നിട്ട് ഇതൊക്കെ ആരെ തീറ്റിക്കാനാ? ഈ വീട്ടുകാരെ തീറ്റിക്കാനാണോ? വീട്ടുകാരെ തീറ്റിക്കാൻ ഒരു ദിവസം ആവശ്യമായ ഭക്ഷണം കൊടുക്കാനാണ് പറഞ്ഞത്. എന്നാൽ ഇതൊന്നുമല്ല, അന്നതൊന്നുമല്ല, അന്നതൊന്നും നടക്കൂല. പിന്നെയോ 2-നും 3-നും പിന്നൊക്കെ സമ്പ്രദായങ്ങളാ. ഓരോരുത്തർ അളിയാക്ക എന്താ കൊണ്ടുവന്നത്, അത് അയാളുടെ പ്രസ്റ്റീജിന്റെ പ്രശ്നമായി. എളാപ്പ എന്താ കൊണ്ടുവന്ന്, മൂത്താപ്പ കണ്ണോക്കിന് വന്നോ, അയാൾ എന്താ കൊണ്ടുവന്ന്. അപ്പൊ ഓരോരുത്തർക്കും ഇങ്ങനെ മികച്ചു നിൽക്കണം. ഞാൻ ഒരു ചാക്ക് പഞ്ചസാര കൊണ്ടുവന്ന, എളാപ്പ വരുമ്പോ ഒരു പുതിയാപ്പള 2 ചാക്ക് പഞ്ചസാര കൊണ്ടുവന്ന, മറ്റേ പുതിയാപ്പള 3 ചാക്ക് കൊണ്ടുവരും. ഇങ്ങനെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നമായിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ പലഹാരങ്ങളും അപ്പക്കൊട്ടകളും ഇങ്ങനെ കൊണ്ടുവന്ന് അതിങ്ങനെ ആ നിലക്ക് പലർക്കും ഇങ്ങനെ വീതിച്ച് അങ്ങനെയൊക്കെയുള്ള സമ്പ്രദായങ്ങൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ നാം ധാരാളമായി കണ്ടുവരുന്നു. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച് തന്നേടത്ത് നിൽക്കലാണ് വേണ്ടത്. നിങ്ങൾ നോക്കൂ, മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പ്രത്യേകം ചില ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ആ വീട്ടുകാർക്ക് കൊടുക്കാൻ നിർദ്ദേശിക്കാറുണ്ട്. ദുഃഖമനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി ബീവി തെൽബീനത്ത് എന്ന് പറയുന്ന ഒരു പായസം, പ്രത്യേകമായ നിലക്കൊരു പായസം ഉണ്ടാക്കിയിട്ട് അവര് ഈ മരിച്ച വീട്ടിലെ ആളുകൾക്ക് കൊടുക്കാറുണ്ടായിരുന്നു. ആ വീട്ടുകാർ വിതരണം ചെയ്യല്ല, വീട്ടുകാർക്ക് കൊടുക്കാറുണ്ടായിരുന്നു. അതെന്തിനാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. എന്താ? ഇന്നത്തൽ ബീനത തജുമ്മു ഫുആദൽ മരീളി വതുദ്ഹിബു ബഅദൽ ഹുസ്നി. എന്താണ് ഈ തൽബീനത്ത്? ദുഃഖം അനുഭവിക്കുന്ന രോഗിയുടെ മനസ്സിന് ആശ്വാസം പകരും, അവന്റെ പ്രയാസങ്ങൾക്ക് അല്പെങ്കിലും ആശ്വാസം പകരുന്ന ഒരു മധുര പലഹാരമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ നിലക്കൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു.
എന്നാണ്. അപ്പൊ പ്രിയപ്പെട്ടവർ, ഇന്നൊക്കെ നമ്മുടെ നാട്ടിലെ ഇങ്ങനെ ഒരു സമ്പ്രദായം അത് നടത്തിയിട്ടില്ലെങ്കിൽ എന്തൊക്കെയാ കേൾക്കേണ്ടി വരുന്നത്. അപ്പോ അങ്ങനെ ഒരു 1-നും 3-നും 7-നും 14-നും 40-നും ആണ്ടിനുമൊക്കെ ഇങ്ങനെ അടിയന്തരമുണ്ടാക്കിയിട്ട് മരിച്ച വീട്ടിൽ സദ്യ ഒരുക്കിയിട്ട് അത് മറ്റുള്ളവരെ തീറ്റിപ്പിക്കുന്ന ആ രൂപത്തിലുള്ള സമ്പ്രദായങ്ങൾ മോശപ്പെട്ട രൂപത്തിലുള്ള കാര്യമാണ് എന്ന് ഫിഖ്ഹിൽ പോലും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിൽ പോലും നമുക്കത് കാണാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, രസകരമായൊരു സംഭവം അതല്ല, ഗൗരവതരമായ മറ്റൊരു കാര്യം പറയാനുള്ളത്. എന്താ? 10 കിതാബിൽ പള്ളി ദർസിൽ പഠിപ്പിക്കപ്പെടുന്ന കിതാബാണ് ഈ 10 കിതാബ്. 10 കിതാബ് ഓതാത്തൊരു മൂല്യമായിട്ടുണ്ടാവില്ല. അപ്പൊ ആ നിലക്ക് അശറത്ത് കുത്തുബ് 10 കിതാബ് എന്ന് പറയുന്ന കിതാബിൽ അതിൽ പോലും പറയുന്നുണ്ട്. എന്താ അതിൽ പറയുന്നത്? അതിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാം, വമാ യഫ്അലുഹു അഹ്ലുൽ മയ്യിതി വമാ യഫ്അലുഹു അഹ്ലുൽ മയ്യിതി മിൻ ഇസ്ലാഹി തആമിൻ വജംഇൻ നാസി അലൈഹി ഫബിദ്അത്തുൻ ഗൈറ ഹസനാ. ആളുകൾ മയ്യത്തിന്റെ ആൾക്കാർ പ്രവർത്തിക്കുന്ന കാര്യം എന്താണ് അവർ ചെയ്യാറുള്ളത്? മിൻ ഇസ്ലാഹി തആമിൻ, നന്നായി ഭക്ഷണം ഉണ്ടാക്കുന്നു, എന്നിട്ട് വജംഇൻ നാസി അലൈഹി, ആളുകളെയൊക്കെ അതിലേക്ക് ഒരുമിച്ച് കൂട്ടി ക്ഷണിച്ച് വരുത്തിയിട്ട് അങ്ങനെ സദ്യ ഒരുക്കിയിട്ട് മയ്യത്തിന്റെ വീട്ടുകാരിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് സദ്യ ഒരുക്കുന്ന സമ്പ്രദായം ഫബിദ്അത്തുൻ ഗൈറ ഹസനാ, അത് നല്ലതല്ലാത്ത ബിദ്അത്താണ്, മോശമായ ബിദ്അത്താണ്, അത് പുത്തൻ സമ്പ്രദായമാണ് എന്ന് 10 കിതാബിൽ പറയുന്നു. അങ്ങനെ തന്നെ ചിലരൊക്കെ പരിഭാഷ കൊടുത്തപ്പോ അതാ മറ്റൊരാൾ കൈക്രിയ നടത്തുന്നു, വേറൊരാൾ പരിഭാഷയിൽ കൈക്രിയ നടത്തി. 10 കിതാബിന്റെ പരിഭാഷ അങ്ങാടിയിൽ വാങ്ങാൻ കിട്ടുന്ന പല പരിഭാഷ ഉണ്ട്. പല പരിഭാഷകളിൽ ഇത് അങ്ങനെ തന്നെ നേർക്ക് നേരെ കൊടുത്തു. ഒരു ഉദാഹരണം കേട്ടോളൂ. നേർക്ക് നേരെ അർത്ഥം കൊടുത്ത ഒരു ഉദാഹരണം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. എന്താ പറയുന്നത്? മരിച്ച വീട്ടിൽ ഭക്ഷണമുണ്ടാക്കി അവര് അതിനെ മറ്റുള്ളവർക്ക് തീറ്റിക്കുന്നതിനെ പറ്റി പറഞ്ഞിടത്ത് അതിന്റെ പരിഭാഷ കൊടുത്തത്, മയ്യത്തിന്റെ വീട്ടുകാർ ഭക്ഷണം ഉണ്ടാക്കുക എന്ന് ജനങ്ങൾക്ക് കൊടുക്കുക എന്നത് നല്ലതല്ലാത്ത ബിദ്അത്താണ്, നല്ലതല്ലാത്ത ബിദ്അത്താണ്, എന്നാൽ ചീത്തയായ ബിദ്അത്താണ് എന്ന് ഒരാളർത്ഥം കൊടുത്തു. അതുപോലെ തന്നെ മരണദിവസം മയ്യത്തിന്റെ വീട്ടുകാർ ഭക്ഷണം പാകം ചെയ്ത് ജനങ്ങളെ സംഘടിപ്പിച്ച് കൊടുക്കൽ നല്ലതല്ലാത്ത ആചാരമാകുന്നു, വേറൊരു പരിഭാഷ. എന്നാൽ നിങ്ങൾ കേൾക്കൂ, ഒരു മൗലിയർക്ക് അത് അങ്ങനെയാണ് കൊടുത്താൽ ശരിയാവില്ല എന്ന് തോന്നി. അപ്പൊ മൂപ്പരെന്ത് ചെയ്തു? മൂപ്പർക്ക് ഒരു 10 കിതാബ് പരിഭാഷ ഉണ്ട്. അതാരാ മൗലിയര്? മുഹമ്മദ് മറ്റത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന അമീൻ പബ്ലിക്കേഷൻസ് വിയൂർ തൃശൂർ അവിടുന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള മുഹമ്മദ് മറ്റത്ത് പരിഭാഷപ്പെടുത്തിയിട്ടുള്ള അശറത്ത് കുത്തുബ് 10 കിതാബ് മലയാള പരിഭാഷ. ആ മലയാള പരിഭാഷയിൽ 276-ാമത്തെ പേജിൽ കാണാം, എന്താ പറയുന്നത്? മയ്യത്തിന്റെ ആൾക്കാർക്ക് ഭക്ഷണം നന്നാക്കൽ, അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കൽ മുതലായവ ചെയ്യൽ നല്ലതായ ഒരു ബിദ്അത്താകുന്നു, നല്ലതായ ഒരു ബിദ്അത്താകുന്നു. അപ്പൊ അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ളത് നല്ലതല്ലാത്താന്ന് പറഞ്ഞപ്പോ ഇവിടെ ഗൈറ ഒഴിവാക്കിയിട്ട് പരിഭാഷ കൊടുത്തു. എന്തേ ഇപ്പൊ സംഭവിച്ചുള്ളൂ? ഓരോരുത്തർ നല്ലതല്ലാത്താന്ന് പറഞ്ഞു, ഓരോരുത്തർ നല്ലതായ ബിദ്അത്താകുന്നു എന്നും പറഞ്ഞു. എങ്ങനെയുണ്ട്? ഒന്നുമില്ല, തലല്ല എന്ന് മാത്രം, പ്രശ്നമൊന്നുമില്ല. ഗൈറ ഒഴിവാക്കി. അങ്ങനെ പരിഭാഷയിൽ വരെ കൃത്രിമം ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇന്ന് നാട്ടിലൊക്കെ നടക്കുന്നില്ല. ഈ കിതാബൊക്കെ ഓതിക്കൊടുക്കുന്ന മൂല്യന്മാരും അത് പഠിക്കുന്ന മുസ്ലിയാരുട്ടികളൊക്കെ തന്നെയാണ് മരിച്ച വീട്ടിൽ അന്ന് ചാപ്പാടടിക്കാൻ വേണ്ടി വരിവരിയായിട്ട് പോണത്. പിറ്റേന്നുണ്ട്, അതിന്റെ പിറ്റേന്നുണ്ട്, അതിന്റെ പിറ്റേന്നും ഒക്കെ ഉണ്ട്. ഇവര് ഓതി പഠിച്ച കിതാബിൽ ഇതില്ലേ? വമാ യഫ്അലുഹു അഹ്ലുൽ മയ്യിതി മിൻ ഇസ്ലാഹി തആമിൻ വജമ്മിൻ നാസി അലൈഹി ഫബിദ്അത്തുൻ ഗൈറ ഹസനാ ഓതി കൊടുത്തിട്ടാണ് ഉച്ചക്ക് ചാപ്പാടിനാൻ പോണത്. അത് കേട്ടിട്ടാണ് ഈ കുട്ടിയും പോണത്. ഇതെങ്ങനെ പ്രിയപ്പെട്ടവരെ? ഇത് അവരെന്ന് അംഗീകരിക്കുന്ന 10 കിതാബിലുള്ളതല്ലേ? അപ്പോ ശാഫി ഇമാമും പറഞ്ഞില്ലേ, നമ്മളെ മുൻഗാമികളുടെ സമ്പ്രദായം അതാണ്, അവർക്ക് അങ്ങട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലാണ്. ഒരിക്കലും ഷാഫി ഇമാം പറഞ്ഞില്ല എന്ത്? മരിച്ച വീട്ടുകാർ ഭക്ഷണം ഉണ്ടാക്കി മറ്റുള്ളവരെ തീറ്റിക്കണം, സദ്യ ഒരുക്കണം. 1-നോ 3-നോ 7-നോ 14-നോ 40-നോ ആണ്ടിനോ ഒന്നും പറഞ്ഞില്ല. നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അപ്പൊ ആ നിലക്കുള്ള ഒരു ആചാരങ്ങൾ സമൂഹത്തിൽ അങ്ങനെ ഒരു പ്രത്യേകമായ രൂപം പൂണ്ടുകൊണ്ട് നമ്മുടെയൊക്കെ നാടുകളിൽ, നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ശരിയല്ല പ്രിയപ്പെട്ടവരെ. പ്രമാണങ്ങളിൽ ഒതുങ്ങി നിൽക്കലാണ് വേണ്ടത്. കാരണം ഖൈറുൽ ഹദി ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം,
ചര്യകളിൽ ഉത്തമമായ ചര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യയാണ്. വശറൽ ഉമൂരി മുഹദസാതുഹാ, കാര്യങ്ങളിൽ ദുഷിച്ചത് നവീനമായ ആചാരങ്ങളാകുന്നു. കുല്ലു മുഹദസത്തിൻ ബിദ്അ, എല്ലാ നവീനാചാരങ്ങളും പുത്തൻ ആചാരങ്ങളും ആ നിലയ്ക്ക് ബിദ്അത്തുകളാകുന്നു. എല്ലാ ബിദ്അത്തുകളും വഴികേടുകളാകുന്നു. വഴികേടുകളിൽ എത്തിച്ചേരുന്നത് എവിടേക്കാണ് എന്ന് നമ്മൾ പറയേണ്ടതില്ലല്ലോ, അത് നരകത്തിലേക്കാണല്ലോ. അതുകൊണ്ട് ആ രൂപത്തിലുള്ള സമ്പ്രദായങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകേണ്ടതുണ്ട്.